ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വില്യംസിനെയും വിഷ്ണുവിനെയുമാണ്. സത്യാമ്മ ഈ വണ്ടി വിൽക്കാനിട്ടിരിക്കുകയായിരുന്നെന്നും ഞാനാണ് വില്യം സാറിനെ കൊണ്ട് മുട്ടിച്ചതെന്നും അയാൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന വിഷ്ണുവും കമലനും ഒരേപോലെ ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ വിഷ്ണു, ഞാനേ മൂന്നാറിലൊരു എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ പോലെ ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ പോക്ക് വരവൊക്കെ എളുപ്പമായിരിക്കും. ഇത് കേൾക്കുന്ന വിഷ്ണു വിഷമത്തോടെ പറയുകയാണ്. അതെ, ഞാൻ ഇവനെ ഒരു വണ്ടിയായിട്ടല്ല കണ്ടിരുന്നത്, എൻ്റെ കൂടപ്പിറപ്പായി തന്നെയാ കണ്ടിരുന്നത്. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇവൻ. മൂന്നാറിലേക്കൊക്കെ പോകാനേ ഇവൻ ബെസ്റ്റാണ്. അവസാന നിമിഷം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ വിഷ്ണുവിന്റെ എല്ലാ വിജയത്തിന്റെയും ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചത് ഇവനായിരുന്നു. എന്താണെങ്കിലും വില്യംസിന് ഒരു സംശയം കൂടാതെ ഇവനെ വാങ്ങാമെന്നും വിഷ്ണു പറയുന്നു. അത്രയും പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ വില്യംസ് പറയുകയാണ്, ഒന്ന് നിന്നേ വിഷ്ണു, നിങ്ങൾ എന്തിനായിരുന്നു ഈ ജീപ്പ് ഫോളോ ചെയ്ത് ഇത്ര സ്പീഡിൽ വന്നത്? അത് പിന്നെ ഒന്നുമില്ല വില്യംസേ എന്ന് വിഷ്ണു പറയുമ്പോൾ വില്യംസ് പറയുകയാണ്, പറഞ്ഞിട്ട് പോയാ മതി. ഇത് കേൾക്കുന്ന കമലൻ വിഷമത്തോടെ പറയുകയാണ്, പറഞ്ഞു കൊടുക്ക ആശാനെ, അത് ആശാന്റെ ജീവനാണെന്ന്. ആശാന്റെ ജീവനാണ് സത്യമ്മ വിൽക്കാനിട്ടിരിക്കുന്നതെന്ന് അങ്ങോട്ട് പറ ആശാനെ. ഇത് കേൾക്കുന്ന വില്യംസ് ഞെട്ടിക്കൊണ്ട് വിഷ്ണുവിനെ നോക്കുകയാണ്. വിഷ്ണുവും വിഷമത്തോടെ വില്യംസിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീടാണ്. രാഘവൻ നായർ ബാമയോട് ചൂടാവുകയാണ്. ഇപ്പോൾ നിനക്ക് ആ ജീപ്പ് വിൽക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? അത് ഈ വീടിന്റെ മുറ്റത്ത് കിടന്നെന്നും പറഞ്ഞ് നിനക്ക് എന്തായിരുന്നു പ്രശ്നം? അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഒരു ലക്ഷണക്കേടായിട്ട് അത് ഈ വീടിന്റെ മുറ്റത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? അത് വിറ്റു പോകുന്നത് തന്നെയാ നല്ലതെന്ന് ബാമയും പറയുന്നു. ദേ ബാമേ, നീ അത് വിൽക്കുന്നതേ നഷ്ടത്തിലാണ്. മൊത്തം 15 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ്റനൻസും വാങ്ങിയ വിലയും ഒക്കെ ചേർത്ത് ഇപ്പൊ നീ അത് വെറും 5 ലക്ഷത്തിനാ കൊടുക്കാൻ പോകുന്നത്. എത്ര കുറവാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല രാഘവേട്ട, അതൊന്ന് വിറ്റ് കിട്ടിയാൽ മതി. എന്താ ബാമേ നീ കരുതുന്നത്? വിഷ്ണു ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണോ നീ കരുതുന്നത് എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ, പുകഞ്ഞ കൊള്ളി പുറത്താണെന്നും ഓരോ പൈങ്കിളി നോവലുകളിലെയും സീരിയലുകളിലെയും ഒക്കെ പോലെ തന്നെ മകനെ കാത്തിരിക്കുന്ന ഒരമ്മയൊന്നുമല്ല ഞാൻ. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെയെന്ന് ബാമ പറയുന്നു. അതേസമയം വില്യംസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അങ്ങോട്ടേക്ക് വരികയാണ്. വില്യം സാറ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു വന്നിട്ടുണ്ട്, ഒന്ന് പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് അയാൾ പറയുമ്പോൾ ബാമയും രാഘവൻ നായരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല വില്യംസേ, വണ്ടി എവിടെയെന്ന് ബാമ ചോദിക്കുമ്പോൾ, വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയാണ് ഞാൻ വാങ്ങിയതെന്നും അവനൊന്ന് ഓടിച്ചു നോക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. എന്താണെങ്കിലും ഞാൻ ഈ ജീപ്പ് വാങ്ങുന്നു. പിന്നെ 5 ലക്ഷമല്ല 10 ലക്ഷമാണ് ഞാൻ തരുന്നത്. ഇത് കേൾക്കുന്ന ബാമയും രാഘവൻ നായരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ വില്യംസ് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനെ ഈ വണ്ടി വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഇവനെ വേണം. എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം സത്യാമ്മ എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് പേപ്പർ എടുത്ത് സത്യഭാമയ്ക്ക് നൽകുകയാണ് വില്യം. തുടർന്ന് ബാമ അത് പിള്ളച്ചേട്ടനെ ഏൽപ്പിക്കുന്നു. എഗ്രിമെന്റ് വായിക്കുന്ന പിള്ളച്ചേട്ടൻ സന്തോഷത്തോടെ രാഘവൻ നായരെ നോക്കുന്നു. തുടർന്ന് വിഷ്ണുവാണ് വണ്ടി വാങ്ങാൻ പോകുന്നതെന്ന് രാഘവൻ നായരോട് പറയുകയാണ് പിള്ളച്ചേട്ടൻ. ഇത് കേൾക്കുന്ന രാഘവൻ നായർക്കും സന്തോഷമാകുന്നു. എന്താ പിള്ളച്ചേട്ടാ, വായിച്ചിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ബാമ ചോദിക്കുമ്പോൾ, അതേ സത്യാമ്മയെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു. അങ്ങനെ സത്യഭാമ എഗ്രിമെന്റിൽ ഒപ്പുവെച്ച് വില്യംസിന് തിരിച്ചു കൊടുക്കുന്നു. അല്ല, പൈസയൊക്കെ എങ്ങനെയാ എന്ന് ബാമ ചോദിക്കുമ്പോൾ, റെഡി ക്യാഷ് ആണെന്നും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവരുമെന്നും വില്യംസ് പറയുന്നു. അതേസമയം വിഷ്ണു ജീപ്പുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന വിഷ്ണുവിനെയും ശാലിനിയും പാർക്കുട്ടിയും കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ. എന്നാൽ സന്തോഷത്തോടെ അവരെ നോക്കുകയാണ് രാഘവൻ നായരും പിള്ളച്ചേട്ടനും. ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്ന സുസ്മിതയും ഒരു ഞെട്ടലോടെ അവരെ നോക്കുകയാണ്. ഇവരിനി തിരിച്ചു വന്നോ? പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായോ എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുന്നു. വിഷ്ണുവിനെ കാണുന്ന സത്യഭാമ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും നിറപുഞ്ചിരിയോടെ ഭാമയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.